ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജിൽ കോളം സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൽ ടെക്സ്റ്റ് അലൈൻ ചെയ്യാനൊക്കെ പഠിച്ചായിരുന്നു. ഓക്കെ, നമുക്ക് അതിനകത്ത് ഒരു ഇമേജ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു വർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മാഗസിൻ പേജിലേക്ക് നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇമേജിനെ പ്ലേസ് ചെയ്യണം. ഓപ്പൺ ചെയ്യല്ല ചെയ്യുന്നത്, ഇമേജിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫയലിൽ പോവുക, പ്ലേസ് കൊടുക്കുക, ഷോർട്ട് കീ Ctrl+D. ഓക്കെ, ഇമേജ് നമ്മൾ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് എടുത്തിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ഇമേജ് അപ്ലൈ ആയിട്ടില്ല, നമ്മളെ മൗസ് പോയിന്റിൽ ഇരിക്കുകയാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ എക്സാക്റ്റ് സൈസ് എത്രയാണോ ആ ഒരു സൈസിലേക്ക് നമുക്ക് ആ ഇമേജ് ഇവിടെ പ്ലേസ് ആവും. ഓക്കെ, ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു, Ctrl+D അടിച്ചു, ഇമേജ് ഒന്നും കൂടി എടുത്തു, എന്നിട്ട് നമ്മുടെ പേജിൻ്റെ അകത്തേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഇമേജ് വന്നത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ മുകളിലായി പോയി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ അടിയിലാണ് ഇമേജ് വരേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇമേജിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ പോയി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ സെൻഡ് ടു ബാക്ക്, സെൻഡ് ബാക്ക്വേർഡ്. അതെന്താണെന്ന് വെച്ചാൽ സെൻഡ് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജിൻ്റെ എല്ലാം എന്നല്ല, നമുക്ക് എത്ര ലെയർ അവിടെ മുകളിലുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിലേക്ക് ഒറ്റ സ്റ്റെപ്പിൽ പോകും. സെൻഡ് ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ്, അതായത് ഓരോ ലെയർ ആയിരിക്കും ബാക്കിലേക്ക് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം. സെൻഡ് ബാക്ക്വേർഡാണ് ഞാൻ ആദ്യം കൊടുത്തത്. അപ്പോൾ ഒരു ലെയർ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഒന്നുകൂടി സെൻഡ് ബാക്ക്വേർഡ്. അപ്പോൾ ഈ ഒരു രണ്ട് ലെയറാണ് ആദ്യം ഉണ്ടായിരുന്നത് ഈ ടെക്സ്റ്റിൻ്റെ. അപ്പോൾ ആദ്യം പോയത് ഇതിൻ്റെ ആയിരിക്കണം, പിന്നെ ഇതിൻ്റെ പോയി. ഓക്കെ, വീണ്ടും നമ്മൾ അറേഞ്ചിൽ വന്നു, സെൻഡ് ബാക്ക്വേർഡ്. കണ്ടോ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും താഴെ പോയി. Ctrl+Z അടിച്ചൊന്ന് കയറി വന്നു, അറേഞ്ചിൽ സെൻഡ് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ ബാക്കിലേക്ക് പോകും. നമുക്കതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ തന്നെ ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ഫോർവേഡ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇമേജ് കിട്ടി, പക്ഷേ ടെക്സ്റ്റ് ഇമേജിന് മുകളിൽ കൂടെ പോയേക്കുന്നത് കണ്ടോ. നമുക്കത് റീഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇമേജ് അതുപോലെ കാണാനും ബുദ്ധിമുട്ടാണ്. സെലക്ട് ചെയ്തിട്ടുണ്ട് ഇമേജിനെ, എന്നിട്ട് ടെക്സ്റ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റ് ട്രാപ്പ് എടുക്കുന്നത് വിൻഡോസിൽ വന്നിട്ട് ടെക്സ്റ്റ് ട്രാപ്പിലാണ്. Ctrl+Alt+W. ടെക്സ്റ്റ് ട്രാപ്പ് എടുത്തു, നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നോ ടെക്സ്റ്റ് ട്രാപ്പിലാണ് ഇപ്പോൾ കിടക്കുന്ന ഓപ്ഷൻ. നമുക്ക് അടുത്തത് റാപ്പ് അറൗണ്ട് ബൗണ്ടിങ് ബോക്സ്. അതായത് നമ്മുടെ ഇമേജിന് ഒരു ബൗണ്ടിങ് ബോക്സ് ഉണ്ടാവും, ഒരു ബ്ലൂ ലൈനിൽ കണ്ടോ. ഇതാണ് അതിൻ്റെ ബൗണ്ടിങ് ബോക്സ്. ഈ ബൗണ്ടിങ് ബോക്സിൻ്റെ മേലിലേക്ക് നമുക്ക് ടെക്സ്റ്റിനെ മാറ്റി നിർത്താം. കണ്ടോ, റാപ്പ് ചെയ്യാം, ടെക്സ്റ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്യാം. ഓക്കെ, കണ്ടോ. അപ്പോൾ ആ ഇമേജിൽ നിന്ന് ടെക്സ്റ്റ് എല്ലാം വിട്ട് ഇമേജ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മളിവിടെ കൊടുക്കുന്ന എമൗണ്ട് അനുസരിച്ചിരിക്കും അത് എത്രത്തോളം ഗ്യാപ്പ് വരുന്നുള്ളൂ. അതിൻ്റെ ഒരു ഓഫ്സെറ്റാണത്. ഓഫ്സെറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും ഗ്യാപ്പിലേക്ക് പോകും. ഇവിടെ ലിങ്കായി കിടക്കുന്നതുകൊണ്ടാണ് 4 സൈഡിൽ നിന്നും ഒരേപോലെ പോകുന്നത്. ലിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഏരിയ സെപ്പറേറ്റ്. ഇപ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അൺലിങ്ക് ചെയ്തിട്ട് ടോപ്പ് മാത്രം ചെയ്യാം. കണ്ടോ. ഓക്കെ, അടുത്തത് ജമ്പ് ഒബ്ജക്റ്റ്. അതും ഇതുപോലെ നമുക്ക് പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഏരിയ ആയിരിക്കും അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്തൊരു ഓപ്ഷനാണ് റാപ്പ് അറൗണ്ട് ഒബ്ജക്റ്റ് ഷേപ്പ്. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വരാം. ടൈപ്പിൽ സെയിം ആസ് ക്ലിപ്പിംഗ് എന്നുള്ളത് മാറ്റി ഒന്നുകിൽ ഡിറ്റക്റ്റ് എഡ്ജ് കൊടുക്കുക, അതല്ലെങ്കിൽ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. ഞാൻ സെലക്ട് സബ്ജക്റ്റാണ് കൊടുത്തത്. എന്നിട്ട് നോക്കിയേ, ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ സബ്ജക്റ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് നിൽക്കുന്നില്ലേ. അതിൻ്റെ ഓഫ്സെറ്റ് ഒന്ന് കൂട്ടുകയാണ്. കണ്ടോ, ആ ഓഫ്സെറ്റ് ഇതിൻ്റെ ഷേപ്പിലാണ് ഇവിടെ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ഇതിൽ നിന്ന് വിട്ട് നിൽക്കുന്നുണ്ടോ. ഇവിടെ എന്തുകൊണ്ടാണ് ടെക്സ്റ്റ് വന്നതെന്ന് വെച്ചാൽ വൈറ്റ് ആയതുകൊണ്ടാണ് ആ ടെക്സ്റ്റ് ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് അറിയില്ലായിരുന്നു അത് ഒബ്ജക്റ്റ് ആണെന്നുള്ളത്. കമ്പ്യൂട്ടർ വിചാരിച്ച് ആ പേജിൻ്റെ തന്നെ ആയിരിക്കും വിചാരിച്ചിട്ട് ആ ടെക്സ്റ്റ് അതിൻ്റെ അകത്തേക്കും കൂടി ആഡായി വന്നതാണ്. കുഴപ്പമില്ല,
ഇപ്പോൾ നമുക്ക് റീഡബിൾ ആയില്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന സബ്ജക്റ്റ് എന്താണോ അത് കാണുകയും ചെയ്യാം, നമ്മൾ ടെക്സ്റ്റ് കറക്റ്റായിട്ട് റീഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു എറർ ഇവിടെ കാണിച്ചിട്ടുണ്ട് താഴെ അല്ലേ, എറർ വേണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ഇതിൽ നിന്ന് താഴേക്ക് പോയി. നമ്മളിവിടെ സബ്ജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും സ്പേസ് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ടെക്സ്റ്റ് കുറച്ചുകൂടി പേജിൽ നിന്ന് താഴേക്ക് പോയി. ഓക്കെ, നമ്മൾ വേറെ പേജ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പേജ് ആഡ് ചെയ്യാം. നേരെ ലേഔട്ടിൽ പോവാം, പേജസിൽ ആഡ് പേജ്. ഓക്കെ, പുതിയ പേജ് ആഡ് ആയതാണത്. നമ്മൾ സ്പേസ് ബാർ പിടിച്ചിട്ട് ഹാൻഡ് പിടിച്ചൊന്ന് പയ്യെ ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ കാണാം. കണ്ടോ, ഫസ്റ്റ് പേജ് ഇവിടെ, സെക്കൻഡ് പേജ് താഴെ. സെക്കൻഡ് പേജ് വന്നതിൽ നമുക്ക് കോളംസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി പേജ് എടുത്തപ്പോൾ കോളം കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ കോളം ക്രിയേറ്റ് ആയത്. ഇനിയിപ്പോൾ ഇവിടെ കോളം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ലേഔട്ടിൽ തന്നെ പോവാം, മാർജ് ആൻഡ് കോളംസിൽ വന്നിട്ട് കോളം വേണ്ടാന്നുണ്ടെങ്കിൽ കോളം 1 കൊടുത്താൽ മതി. 1 ആണ് മിനിമം, വേറെ പോവില്ല. ഓക്കെ, അപ്പോൾ കോളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോളം ഇട്ട് കൊടുക്കണം, വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് കളയാം. ഓക്കെ, ഓക്കെ പ്രസ് ചെയ്തു. പിന്നെ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് ഡ്രാഗ് ചെയ്ത് അതിന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എററൊന്നുമില്ല, ഗ്രീനാണ്, ക്ലിയർ ആണ്. ഇനിയിപ്പോൾ ഇവിടേക്കും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാം. പ്ലേസ്, അടുത്തൊരു ഒബ്ജക്റ്റ് എടുത്തു, ക്ലിക്ക് ചെയ്തൊന്ന് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇതിനും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ ബാക്കിലേക്ക് സെൻഡ് ചെയ്തു. ദെൻ ഷേപ്പ് കൊടുത്തു. ഞാനിവിടെ ഡിറ്റക്റ്റ് എഡ്ജ് കൊടുത്തു. കണ്ടോ, അപ്പോൾ എഡ്ജിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് കറക്റ്റ് ആവുന്നത്. ഓക്കെ, മൈനസ് ആയിപ്പോയി. ഓക്കെ, പ്ലസ് ചെയ്യാം. ഓക്കെ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, അകത്തേക്ക് ആയിപ്പോവും. കണ്ടോ, ടെക്സ്റ്റ് അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോവും. പ്ലസ് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ.